എൻ്റെ ശമ്പളം. ശമ്പളം? എന്തിന് ശമ്പളം? ഓ, ഒടുവിൽ ഇങ്ങനെയുമായല്ലേ. എല്ലാം ഞാൻ അനുഭവിക്കേണ്ടവളാ. എൻ്റെ തലയ്ക്കുള്ളിൽ നിലാവെളിച്ചമാണെന്ന് പ്രപഞ്ചം പറയുന്നത് വെറുതെയാണോ? 10-30 ദിവസമായിട്ട് ഞാൻ മധുരസുന്ദരമായി താങ്കളെ പ്രേമിക്കുകയെന്ന കഠിന ജോലിയും സ്വീകരിച്ച് നടക്കുന്നു. ഓ, പിന്നെ ആ മധുര മനോഹര ന്യൂസ് എന്നോട് പറയാതിരുന്നത് എന്ത്? ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ആത്മഹത്യ എന്നും പറഞ്ഞ് മുഖവും വീർപ്പിച്ച് കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത മാതിരി ചുമ്മാ അങ്ങ് നടന്നാൽ ഞാൻ എന്തു ചെയ്യും? വേറെ കാര്യമായ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, തീരെ ഇല്ല. വരൂ. പ്രേമലേഖനമാണോ? കള്ളനോട്ടൊന്നുമല്ലല്ലോ? ശരി, മേലാൽ ഇങ്ങനെ താമസിപ്പിക്കരുത്. കൃത്യം 1-ാം തീയതി എൻ്റെ ശമ്പളം ഇവിടെ കിട്ടിയിരിക്കണം. ഒരു 4 അടി അകന്നാൽ മതി. എനിക്കൊന്ന് ചുംബിക്കണം. അത് കൊള്ളാം. ഈ ചുംബനകാര്യം നമ്മുടെ കരാറിലില്ലല്ലോ. അങ്ങനെ എനിക്കും ഉയർന്ന ശമ്പളം കിട്ടാൻ പോകുന്നു. 1-ാം തീയതി മുതൽ മണി ഓർഡർ അയച്ചേക്കണം. മേൽവിലാസം അറിയാമല്ലോ. പത്ത് ദിവസത്തിനുള്ളിൽ അവിടെ ചെന്ന് ചാർജ് എടുക്കണം. മറ്റന്നാൾ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് ബാങ്കിലെ ജോലിയും രാജിവെച്ചു. സാറാമേ, ഒന്ന് പറയാനുണ്ട്. പ്രേമത്തെപ്പറ്റി സുന്ദരമായതും പുതിയതെന്തെങ്കിലും പറയാനാണെങ്കിൽ ഞാനത് കേട്ടു മടുത്തു. പറയൂ, ഞാൻ ശമ്പളം വാങ്ങുന്നതല്ലേ, കേൾക്കാതിരിക്കാൻ ഒക്കുമോ? സാറാമ്മ, എൻ്റെ കൂടെ വരണം. എനിക്കവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യ. ഭയമാണോ? അല്ല, ഞാൻ സാറാമ്മ സ്നേഹി. ഇത് ലക്ഷത്തിൽ 9 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ. സ്നേഹം എന്നാൽ എന്താണ്? സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി നിലാവെളിച്ചം പോലെയാണ്. മധുരസുന്ദര സുരഭിലമായ നിലാവെളിച്ചമാകുന്നു പ്രേമം. മധുരസുന്ദര സുരഭിലമായ നിലാവെളിച്ചം, അതാണല്ലോ സ്ത്രീകളുടെ തലയ്ക്കുള്ളിൽ ഉണ്ടെന്ന് പറയുന്നത്. സ്ത്രീകളുടെ തലയ്ക്കകത്തുള്ളത് വെറും സാധാരണ നിലാവെളിച്ചം. സന്തോഷം. സാറാമ്മ വരുമോ? വന്നിട്ട് എൻ്റെ ഭാര്യയായി ജീവിക്കണം. നാം 2 മതക്കാരല്ലേ? അതിനെന്ത്, നമുക്ക് രജിസ്റ്റർ വിവാഹം ചെയ്യാമല്ലോ. സ്ത്രീധനമൊന്നും വേണ്ടേ? സാറാമ്മ മുഴുവനായി തന്നെ സ്ത്രീധനമായി അനുഗ്രഹിച്ച് എനിക്ക് തന്നാൽ മതി. വേറെയുമുണ്ട് സംശയം. എന്താണ്? കേൾക്കട്ടെ. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ വലിയ കുഴപ്പങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരാൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മറ്റേയാൾ പോകുന്നത് ചർച്ചിലാണ്. ന്യായമായ ചിന്ത. ഇതുപോലെ പലതും കാണും. നമ്മുടെ ജീവിതം തന്നെ എടുക്ക്. ഞാനൊരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. സാറാമ്മയും. പ്രായമായ 2 സ്വതന്ത്ര ജീവികൾ. ലേശം വിദ്യാഭ്യാസവും ലേശം ബുദ്ധിയുമുണ്ട്. ക്ഷേത്രവും ചർച്ച് നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾക്കിടയിൽ മതിലുകളുണ്ടാവരുത്. തിരിഞ്ഞോ? തിരിഞ്ഞു. സംശയങ്ങൾ വേറെയുമുണ്ടല്ലോ. ഉണ്ടെങ്കിൽ കേശവനായർ തീർത്തു തരും. പറയൂ, കേൾക്കട്ടെ. പറയാൻ നാണം തോന്നുന്നു. നാണിച്ചു തന്നെ സുന്ദരമായി പറയൂ. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലേ? അവരെന്ത് ജാതിയായിരിക്കും? നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു മതത്തിലും വളർത്തണ്ട. അവരെങ്ങനെ നിർമ്മതരായി വളരട്ടെ. പ്രായമായി വരുമ്പോൾ
അവരെ എല്ലാ മതങ്ങളെപ്പറ്റിയും പഠിപ്പിക്കാം. അങ്ങനെ 10-20 വയസ്സാകുമ്പോൾ എല്ലാ മതങ്ങളിലും വെച്ച് ഹൃദ്യമായതവർ സ്വീകരിക്കട്ടെ. ന്യായം. പേരോ? എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ആണാണെന്നിരിക്കട്ടെ, എന്തു പേരിടും? സാറാമ്മ എൻ്റെ മകൻ എന്നാണ് പറഞ്ഞത്. സ്വാർത്ഥത കൊള്ളുകയില്ല. ഓ, ഞാൻ വെറുതെ അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനങ്ങ് ഭാര്യയായെന്ന് വിചാരിക്കണ്ട. മനസ്സിലായോ മിസ്റ്റർ? അപ്പം സാറാമ്മ നേരത്തെ പറഞ്ഞതോ? എന്തു പറഞ്ഞു? എൻ്റെ ഭാര്യയാകാമെന്ന്. ആയിട്ട്? ഓ, സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദം. ആ, വിനോദം. അത് ജീവിതത്തിൻ്റെ എന്താണെന്ന് അറിയാമോ? പറയൂ, എന്താണ് എന്ത് വിനോദം? ജീവിതത്തിൻ്റെ സൗരഭ്യം. സാറാമ്മേ, പോകുന്നതിന് മുന്നേ സാറാമ്മയ്ക്ക് അവസാനമായി വല്ലതും പറയാനുണ്ടോ? ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ചില്ലറയായി ചില ചോദ്യങ്ങൾ. അപ്പച്ചന് കൊടുക്കാനുള്ള വാടകയെല്ലാം കൊടുത്തു തീർത്തോ? തീർത്തു. ഹോട്ടൽക്കാരൻ്റെ കടങ്ങൾ? തീർത്തു. വഴിച്ചെലവിന് പണമുണ്ടോ? ഉണ്ട്. പണം എവിടെ നിന്നുണ്ടായി? എൻ്റെ റിസ്റ്റ് വാച്ചും സ്വർണ്ണമോതിരം വിറ്റു. നല്ലത്. അങ്ങനെ ബഹുമാനപ്പെട്ട കേശവൻ നായർ ഈ രാജ്യം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ആരും ഒരു കാരണവശാലും സ്മരിക്കാനിടയില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചു കൊള്ളുന്നു. സാറാമേ, മറക്കുവാൻ പറയാനെന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം. മറക്കുവാൻ പറയാനെന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം. മറവിതന്മാരിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയിടുന്നു. കരയുന്നു, പുഴ ചിരിക്കുന്നു. കരയുന്നു, പുഴ ചിരിക്കുന്നു. കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു, പുഴ ചിരിക്കുന്നു. കരയുന്നു, പുഴ ചിരിക്കുന്നു. എന്തിനാ കരയുന്നത്? എന്നെ വെറുത്തോ? വെളുപ്പിനെ 4:30ക്കുള്ള വണ്ടിക്ക് എൻ്റെ കൂടെ വരണം. എവിടെ? ഞാൻ പോകുന്നിടത്ത്. വന്നിട്ട്? വളരെ ഈടുണ്ടല്ലോ. പ്രേമലേഖനമാണോ? അതെ, പ്രേമലേഖനം. ഇത് സ്റ്റേഷനിൽ നിന്ന് വണ്ടി നീങ്ങിയിട്ടേ തുറന്നു നോക്കാവൂന്ന് എനിക്ക് സത്യം ചെയ്യണം. എൻ്റെ സാറാമ്മയാണ്. ഞാനിത് വണ്ടിയിൽ കയറിയിട്ട് തുറന്നു നോക്കൂ. വെളുപ്പിനെ പോകുമ്പോൾ എന്നെ വിളിക്കണം. ഇപ്പോൾ സമാധാനമായിട്ട് ഉറങ്ങിക്കോ.
പ്രിയപ്പെട്ട അപ്പച്ചനും ബഹുമാനപ്പെട്ട ചിറ്റമ്മയും വായിച്ചറിയുവാൻ. ഞാൻ പോന്നിട്ടുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ദിവ്യജ്ഞാനം, ആണിൻ്റെ സുന്ദരബുദ്ധി. ആണിൻ്റെ ബുദ്ധി. അല്ലാതെ എൻ്റെ അപ്പച്ചനും ചിറ്റമ്മയ്ക്കും എഴുതി വെച്ച എഴുത്ത് മോഷ്ടിച്ച് വായിച്ചിട്ടല്ല. പറയാം. 1634 down, Lokmanya Tilak Terminus, Thiruvananthapuram, Netravati Express, your driver, double. ചേട്ടാ, 2 ചായ. 2 കാപ്പി. ഒന്നൊരു ചായ, ഒരു കാപ്പി. സൗരഭ്യമേ, എന്തോ? പ്രിയമധുര സുരപുര സുന്ദര നിലാവിളിച്ചമേ, ഇടിച്ച് ഞാൻ പള്ളഞ്ഞിരിക്കും. വേണ്ട, എന്നെ തുടരുത്. അതെന്താ? ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്ത് പെരുമാറ്റം? സാറാം എന്ത് ത്യാഗം ചെയ്തു? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചനെയും ചിറ്റമ്മയും ഒക്കെ ഉപേക്ഷിച്ച് കൂടെ വരുന്നില്ലേ? വരുന്നുണ്ട്. അതിന് എനിക്ക് വേണ്ടി ഒരു കാപ്പി കുടിക്കാൻ പോലും, എനിക്ക് വേണ്ടി ഒരു നുണുങ്ങ് ത്യാഗം ചെയ്യാൻ പോലും, എന്നിട്ടിപ്പോൾ എൻ്റെ പള്ളയിടിച്ച് ഞെരിക്കുമൊക്കെ. ത്യാഗമയി, എന്തോ? ഇന്ന് നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്ത് പരസ്യമായി ഭാര്യ ഭർത്താക്കന്മാരായി തീരും. സമ്മതമാണോ? എടി, സമ്മതമാണോ എന്ന്? അതേന്ന് പറഞ്ഞില്ലേ, മൗനം സമ്മതം. നിനക്ക് 3 കാര്യത്തിൽ പരിപൂർണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. വെറും 3 കാര്യത്തിലോ? അതെ, ആഹാരം, വസ്ത്രം, വിശ്വാസം. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2 അടുക്കള ഉണ്ടായിരിക്കുന്നു. ഒരൊറ്റ നുണും എടുക്കണം. 2 തരം ആഹാരം ഞാൻ പാകം ചെയ്യണം. ഒരൊറ്റ തരം. ആരുടെ ഇഷ്ടമനുസരിച്ച്? എൻ്റെ അടുക്കളക്കാരിയുടെ. മധുരസുരഭില നിലാവിളിച്ചാൽ എന്താണ് തിരിയുന്നത്? ഞാൻ തന്ന കവർ. ഇതിൽ നിന്നൊരു വാച്ചും മോതിരവും വാങ്ങിക്കണം കേട്ടോ. മറ്റേതെവിടെ? മറ്റേത്? പ്രേമലേഖനം. ഓ, വായിക്കാൻ തിടുക്കമാണോ? ചുമ്മാ നോക്കാനാടി. എങ്കിൽ നോക്കിക്കോളൂ. കണ്ടേ, ഞാനാകുന്നു പ്രേമലേഖനം. യുവതിയാകുന്നു, യുവാവാകുന്നു, നീയും ഞാനുമാകുന്ന പ്രേമലേഖനം. സ്റ്റൈല്. മറ്റേതെവിടെ? കാണിക്കൂ. പ്രിയപ്പെട്ട സാറാമ്മ, ജീവിതം യൗവനതീക്ഷണവും ഹൃദയം പ്രേമസുരബലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി.